Today's topic is the module 10, that is the applications of biotechnology. അപ്പോൾ ഞാൻ മുന്നത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് മൊഡ്യൂൾ 10ൽ തന്നെ ലാസ്റ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള ബയോ റെമിഡിയേഷൻ, ബയോ ലീച്ചിങ്, ബയോ ഫിൽട്രേഷൻ, ബയോ ഫാമിംഗ് അങ്ങനത്തെ ടോപ്പിക്സ് ആണ്. പിന്നെ എൻസൈംസ് യൂസ്ഡ് ഇൻ ലെതർ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. പിന്നീടുള്ള ടോപ്പിക്സ്, ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ഹെർബിസൈഡ് റെസിസ്റ്റൻസ്, പെസ്റ്റ് റെസിസ്റ്റൻസ്, ഇത് ബയോടെക്നോളജിയുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ജോസ്നയുടെ സെമിനാർ ആയിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ വാക്സിൻസിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് ഞാൻ ഈ PPT-യിൽ കവർ ചെയ്യും. പിന്നെ മോളിക്കുലർ ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസസ് ലൈക്ക് ദാറ്റ് ഓഫ് ഹണ്ടിങ്ടൺസ് ഡിസീസ്, സിക്കിൾ സെൽ അനീമിയ, പിന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രാൻസ്മെംബ്രെയിൻ കണ്ടക്ടൻസ് റെഗുലേറ്റർ, അതായത് CFTR, പിന്നെ മോളിക്കുലർ മാർക്കേഴ്സ് ലൈക്ക് ദാറ്റ് ഓഫ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, പിന്നെ റെസ്ട്രിക്ഷൻ റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA, പിന്നെ AFLP, ഈ 3 മോളിക്കുലർ മാർക്കേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി മൊഡ്യൂൾ 10-ൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്, അതായത് മാർക്കർ അസിസ്റ്റഡ് സിലക്ഷൻ, നോക്കൌട്ട് മൗസ്, ജീൻ തെറാപ്പി, പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി. ഇതിൽ ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യനാരായണയുടെ ഈ ബുക്ക് ഉണ്ടെന്നാണ് മിസ് പറഞ്ഞത്, സൗമ്യ മിസ് പറഞ്ഞത്. അപ്പോൾ ആ ബുക്കിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്സ്, ഈ മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ നോട്ട്സ് വരുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട്സ് ആണ് ഞാൻ ഈ PPT-യിൽ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ വി ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ. എന്താണ് മാർക്കർ അസിസ്റ്റഡ് സെലക്ഷൻ? Marker assisted selection, or MAS, is a process of using morphological, biochemical, or DNA markers as indirect selection criteria for selecting agriculturally important traits in crop breeding. Marker assisted selection or marker aided selection is an indirect selection process where a trait of interest is selected based on a marker linked to a trait of interest rather than on the trait itself. This process has been extensively researched and proposed for plant and animal breeding. അപ്പോൾ നമ്മൾ അന്ന് ഓഫ്ലൈൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നു എന്താണ് മോളിക്കുലർ മാർക്കേഴ്സ് എന്ന്. ആ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ആർ മോളിക്കുലർ മാർക്കേഴ്സ്. ഓക്കെ, മോളിക്കുലർ മാർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു പ്രത്യേകതരം സീക്വൻസ് ആണ്, നമ്മുടെ ക്രോമസോമിലുള്ള ജീൻസിലുള്ള പ്രത്യേകതരം സീക്വൻസ് ആണ് ഈ പറഞ്ഞ മോളിക്കുലർ മാർക്കേഴ്സ്. നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന്റെ ആ ഒരു ആക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം മെയിൻ ആയിട്ട് ക്ലീവ് ചെയ്യുന്നത് പാലിൻഡ്രോമിക് സീക്വൻസസിനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ 4 ബേസ് പെയർ ആയിട്ടുള്ള പാലിൻഡ്രോമിക് സീക്വൻസ്, 6 ബേസ് പെയർ ആയിട്ടുള്ള പാലിൻഡ്രോമിക് സീക്വൻസ്, അങ്ങനെ സൈറ്റ് സ്പെസിഫിക് ക്ലീവേജ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കേഴ്സ്, അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു കാര്യം പറയണം, അതായത് എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഡ്രോട്ട്, അതായത് ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, ഡ്രോട്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ജീനാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഞാൻ എടുത്തിട്ടുള്ള ആ പ്ലാന്റ് മെറ്റീരിയൽ, ആ സീഡ്ലിംഗിൽ ആ ഒരു ജീൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയണം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ട്രേറ്റ്, അതായത് ഡ്രോട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ട്രേറ്റിനെ കോഡ് ചെയ്യുന്ന ആ ഒരു ജനറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ജനറ്റിക് സീക്വൻസ് ആണ്. അതിനെ നമുക്ക് ഒരിക്കലും മാർക്കർ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം ആ ട്രേറ്റ് കോഡ് ചെയ്യുന്ന സീക്വൻസിന് പ്രത്യേകിച്ച് ഒരു പെക്യുലാരിറ്റിയും ഇല്ല. എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ മാർക്കർ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഡ്രോട്ട് റെസിസ്റ്റൻസിന് എന്ന ട്രേറ്റിന് കോഡ് ചെയ്യുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മുകളിലോ താഴെയോ ഈ പറഞ്ഞ പർട്ടിക്കുലർ പെക്യൂലിയർ സീക്വൻസസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ട്രേറ്റ്, ആ മോളിക്കുലർ മാർക്കേഴ്സിനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ സെലക്ട് ചെയ്യുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ തൊട്ടടുത്തുള്ള മോളിക്കുലർ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിലുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ മോളിക്കുലർ മാർക്കേഴ്സിനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് മാർക്കർ അസിസ്റ്റഡ് സെലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മാർക്കർ അസിസ്റ്റഡ് സെലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ കോണ്ടന്റ് എന്ന് പറയുന്നത് we are trying to analyze the quantitative trait loci. Okay,
ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രേറ്റ്. ട്രേറ്റ് എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും വിസിബിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രേറ്റ്. അതായത് ഇപ്പോൾ നമ്മളുടെ കേസിലെടുത്താൽ നമ്മുടെ ഹൈറ്റ്, നമ്മുടെ ഹെയർ കളർ, അതൊക്കെ ട്രേറ്റ്സ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിലെ ഓരോ പ്രത്യേകതകളൊക്കെ ട്രേറ്റ്സ് ആണ്. ഓക്കെ. ലോക്കൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വാട്ട് ഇസ് ലോക്കൈ? ലോക്കൈ എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് ഇൻ ക്രോമസോം വെയർ ദ ജീൻസ് ആർ ലൊക്കേറ്റഡ്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഇസ് ക്വാണ്ടിറ്റേറ്റീവ്, സംതിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ഓക്കെ. അപ്പോൾ എന്താണ്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈൽഡ്, അതായത് ഒരു 100 പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്ലാന്റിന്റെയും ഈൽഡ് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ഡ്രോട്ട് റെസിസ്റ്റൻസ്, അതായത് ഇതേപോലെ തന്നെ 100 പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പ്ലാന്റ്സ് ഡ്രോട്ട് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഫുഡ് ക്വാളിറ്റി, അങ്ങനത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രേറ്റ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ്സ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടതും ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ്സിനാണ്. കാരണം ഇങ്ങനത്തെ ട്രേറ്റ്സ് ആണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോമസോമിലുള്ള ലോക്കസ്. ലോക്കസ് എന്ന് പറയുന്നത് ജീൻസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ലോക്കസ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ പറയാ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രോട്ട് ടോളറൻസ് കാണിക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടു വിഷ്വലൈസ് ദ പ്രസൻസ് ഓഫ് ജനറ്റിക് അല്ലെങ്കിൽ ജീനോടൈപ്പിക് മാർക്കേഴ്സ്. അപ്പോൾ ജീനോടൈപ്പിക് മാർക്കേഴ്സ് എന്താണെന്ന് ആദ്യം പറയണം. ജീനോടൈപ്പിക് മാർക്കേഴ്സ് ആർ ജീൻസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ലോക്കൈ ഓഫ് എ ക്രോമസോം. There are special technique to visualize this genotypic markers. അതായത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു സീക്വൻസ് ആയിരിക്കും. ആ സീക്വൻസിനെ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ഇങ്ങനെ നമുക്ക് DNA കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ താഴെയോ മുകളിലോ ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള മോളിക്കുലർ മാർക്കേഴ്സിന്റെ സീക്വൻസസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മോളിക്കുലർ മാർക്കേഴ്സ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷൻ ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓക്കെ, ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടെ തന്നെ ഉണ്ട് എന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ. അപ്പോൾ വീണ്ടും മുന്നത്തെ സ്ലൈഡിന്റെ ഒരു പിക്ചറാണിത്. ക്രോമസോംസ് ആണ്. അപ്പോൾ ക്രോമസോമിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് എന്താണ്? ലോക്കസ് കാണാം, അതുപോലെ തന്നെ ജീൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ള ലോക്കസിൽ പ്രസന്റ് ആയിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഡ്രോട്ട് റെസിസ്റ്റൻസിന് ഹെൽപ്ഫുൾ ആകുന്ന ജീൻസ് ആണ്. അപ്പോൾ അതിന്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സീക്വൻസ് ആണ്. ATGC എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ് ഡ്രോട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ട്രേറ്റിന് കോഡ് ചെയ്യുന്ന ജീന്റെ സീക്വൻസ് എന്ന് വിചാരിക്കും. ഇതിന് യാതൊരുവിധ പ്രത്യേകതയില്ല. ഉണ്ടോ? ഇത് പാലൻഡ്രോമിക് ആണോ? അല്ല. അപ്പോൾ ഇതിന് ഒരിക്കലും മോളിക്കുലർ മാർക്കർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ താഴെയോ ഇതിന്റെ മുകളിലോ ഉള്ള സീക്വൻസസിന് എന്തായാലും പ്രത്യേകത ഉണ്ടാകും. ഇത് റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഓക്കെ. അപ്പോൾ അതിന് മോസ്റ്റ് പ്രോബബിളി അവർ പറയുന്നത് ഇങ്ങനെയുള്ള ഡിസൈഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സീക്വൻസസ് ക്യാൻ ബി പാലൻഡ്രോമിക്. അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മോളിക്കുലർ മാർക്കേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മോളിക്കുലർ മാർക്കേഴ്സ് അഥവാ ജീനോടൈപ്പിക് മാർക്കേഴ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മോളിക്കുലർ മാർക്കേഴ്സ് എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന്. പക്ഷെ എങ്ങനെ ഞാൻ അതിനെ ഡിറ്റക്ട് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് ഇതിന് മുന്നേ ഞാൻ മോളിക്കുലർ മാർക്കേഴ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളത്. മെയിനായിട്ട് RFLP വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, RAPD, AFLP, അങ്ങനെ പ്രധാനമായും ഈ 3 രീതികൾ വെച്ചിട്ടാണ് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഓക്കെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്ക് how we screen our desired plants from a population of plants. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ 5 പ്ലാന്റ്സ് രണ്ട് തരത്തിലുള്ള 5 പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് ഓഫ് പ്ലാന്റ്സിനെ P1 എന്നും രണ്ടാമത്തെ സെറ്റ് ഓഫ് പ്ലാന്റ്സിനെ P2 എന്നും പറയുന്നു. പാരന്റൽ ജനറേഷൻ ആണ്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഈ P1 ജനറേഷൻ എന്ന് പറയുന്നത് ലോങ് ഗ്രെയിൻ, അതായത് നമ്മൾ ഇത് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും സപ്പോസ് റൈസ് ആയിക്കോട്ടെ. P2 എന്ന് പറയുന്നത് ഷോർട്ട് ഗ്രെയിൻ പ്ലാന്റ്സ് ആണ്. ഓക്കെ.
അപ്പോൾ ഇത് ട്രൂ ബ്രീഡിംഗ് ആണ്, ഇതും ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ക്രോസ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ജനറേഷൻ എന്ന് പറയുന്നത് F1 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ മെൻഡലിലെ റേഷ്യോയിൽ ചെയ്യണ മാതിരി തന്നെ F1 ജനറേഷൻ തമ്മിൽ സെൽഫ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് F2 ജനറേഷൻ കിട്ടി. ആ F2 ജനറേഷനിൽ സപ്പോസ് 5 പ്ലാന്റ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. 5 പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ 5 പ്ലാന്റ്സിന്റെ DNA ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ RFLP ഞാൻ ചെയ്തു. RFLPയുടെ സ്റ്റെപ്സ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ DNA എക്സ്ട്രാക്ട് ചെയ്തു, അതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വെച്ചിട്ട് ക്ലീവ് ചെയ്തു, അതിന് ഞാൻ പോളിഅക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, അതിനെ ഡീനേച്ചറിങ് സൊല്യൂഷനിൽ ഇട്ടിട്ട് സെപ്പറേറ്റഡ് ആക്കി ബ്ലോട്ട് ചെയ്തു. ബ്ലോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ബ്ലോട്ടഡ് ആയിട്ടുള്ള മെംബ്രെയിനിലേക്ക് ഏത് മോളിക്കുലർ മാർക്കറിന്റെ സീക്വൻസ് ആണോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോബ് സൊല്യൂഷൻ വഴി ആഡ് ചെയ്തു. എന്നിട്ട് അത് ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്തു. അപ്പൊ കിട്ടുന്ന ഒരു ഇമേജ് ആയിരിക്കും ഇത്. അപ്പൊ ഇതില് എന്റെ ഡിസൈഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഈ RFLP പാറ്റേൺ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എടുത്തിട്ടുള്ള 5 പ്ലാന്റ്സിലെ 1, 2, 3, 4 പ്ലാന്റ്സിനും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡിസൈഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ 5ല് 4 പ്ലാന്റ്സിലും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ പ്ലാന്റ്സിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷെ ഇത് പ്യുവർ ട്രൂ ബ്രീഡിംഗ് ലൈൻസ് അല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ട്രൂ ബ്രീഡിംഗ് ലൈൻസ് ആയിരുന്നു, പക്ഷെ ഇത് തമ്മിലുള്ള ക്രോസ് കാരണം കിട്ടിയിട്ടുള്ള ജനറേഷൻ ആണ് F2. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ബ്രീഡിംഗ് ലൈൻസ് കിട്ടുന്നത് വരെ ഈ പറഞ്ഞ 4 പ്ലാന്റ്സിനെ ഞാൻ സെൽഫ് പോളിനേറ്റ് ചെയ്യും, സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കും. 2, 3, 4, 5 പ്രാവശ്യം നടത്തും, just to ensure that they have become the true breeding lines in accordance with this desired gene of interest. അപ്പോൾ അങ്ങനെയുള്ള സീഡ്സിനെ സെലക്ട് ചെയ്ത് സോ ചെയ്ത് കഴിഞ്ഞാൽ തിയററ്റിക്കലി പറയുന്നത് ഇപ്പോൾ 100 സീഡ്സിനെ സോ ചെയ്ത് കഴിഞ്ഞാൽ എൻവിറോൺമെന്റൽ പാരാമീറ്റേഴ്സിന്റെ ഡിസ്റ്റർബൻസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരിലും ഈ ഡിസൈഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ്ഡ് ആകും എന്നാണ്. ഓക്കെ, ഇനി the advantages of marker assisted selection. The marker assisted selection can theoretically enhance selection efficiency because it can be performed on seedling material. In contrast, many important plant traits are observable only when the plants have reached harvest maturity. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്ലാന്റ് നട്ട് വളർത്തി അത് വലുതായിട്ട് അതിന്റെ ഫീനോടൈപ്പിക്, അതായത് അത് എക്സ്പ്രസ് ചെയ്യുന്ന അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വഴി അതിനെ അനലൈസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ബിക്കോസ് അതിന്റെ ജീനോടൈപ്പിക് കോമ്പോസിഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇതേ പ്ലാന്റ് തന്നെ അടുത്ത ജനറേഷൻ ആവുമ്പോൾ ഇപ്പൊ കാണിച്ചിട്ടുള്ള ആ ഒരു ഒബ്സർവബിൾ ട്രേറ്റ്സ് അടുത്ത ജനറേഷനിൽ കാണിച്ചു എന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഞാൻ അനലൈസ് ചെയ്യുന്നത് അതിന്റെ ജീനോടൈപ്പിക് എക്സ്പ്രഷൻ ഏത് രീതിയിലാണെന്നാണ്. ഓക്കെ, so through these techniques, plant breeders have been able to produce cultivars of agriculturally significant plants with genes for resistance to many diseases that were not possible before the advent of DNA technology. ഇപ്പൊ ഈ ഒരു പോയിന്റ് നമ്മളിപ്പോ ഈ റീകോmbinant DNA ടെക്നോളജി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് പേപ്പേഴ്സിൽ ഒതുങ്ങുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പോയിന്റ് നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു അനൗൺസ്മെന്റിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് പ്രാക്ടിക്കലി സാധാരണ എന്നുവെച്ചാൽ എന്താ പറയാ, കുറച്ച് എന്നുവെച്ചാൽ SSLC വരെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഫാമേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ടെക്നോളജി അവര് നടത്തുന്നുണ്ട്. ഐ മീൻ പ്രാക്ടിക്കൽ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. എന്തിനെ, മാർക്കർ അസിസ്റ്റഡ് സെലക്ഷൻ എന്താന്ന് ഒരു ലേമാൻ കോൺസെപ്റ്റിൽ പറഞ്ഞു കൊടുക്കാനും അത് ഒരു ചെറിയ രീതിയിലുള്ള കൃഷിയിലേക്ക് വേണമെങ്കിൽ പോലും ഇംപ്ലിമെന്റ് ചെയ്യാനും. ഓക്കെ, സോ ദിസ് ഇസ് പ്രാക്ടിക്കലി സോ മച്ച് പോസിബിൾ ടെക്നിക്. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രോജനി ടെസ്റ്റിംഗ് ബൈ ആൻ ഏർലി സെലക്ഷൻ ഓഫ് മാർക്കേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ മാർക്കർ അസിസ്റ്റഡ് സെലക്ഷന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി ഞാൻ 14 മിനിറ്റ് എടുത്തിട്ടുള്ള ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ I actually request you to go through this and study. Okay.
അപ്പൊ ഇതാണ് സാധാരണ ഒരു വൈൽഡ് ടൈപ്പ് മൗസ്. ഈ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മള് വൈൽഡ് ആനിമൽസ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ പ്രത്യേകിച്ച് ഒരു മാനിപ്പുലേഷൻസും ജനറ്റിക്കലി നടത്താത്ത സാധാരണ ടൈപ്പ് മൗസ് ആണ് വൈൽഡ് ടൈപ്പ് മൗസ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് നോക്കൗട്ട് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുള്ള ഒരു മൗസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പച്ച കളർ എന്ന് പറയുന്നത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അത് ഫങ്ഷണൽ ആണ്, അത് ഒരു പക്ഷെ അതൊരു പ്രോട്ടീനെ കോഡ് ചെയ്തു എന്ന് വരാം. മൊത്തത്തിൽ ഈ ജീൻ ഫങ്ഷണൽ ആണ്. അതുപോലെ തന്നെ ആ ജീൻ ഫങ്ഷണൽ ആകുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ മൗസ് വളരുന്നതും. ഓക്കെ, ഇവിടെ ഇതേ ജീൻസിനെ നമ്മൾ ഡിസ്ഫങ്ഷണൽ ആക്കാണ്, എന്താ പറയുക, ഇല്ലായ്മ ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ മൗസ് റെഡ് കളർ ആകുന്നു എന്നല്ല, അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോഴുള്ള അബ്നോർമാലിറ്റീസ് സിഗ്നിഫിക്കന്റ് ലെവലിൽ ഈ മൗസിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൗസിനെ റെഡ് ആയിട്ട് ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പിക്ചർ ആണ്. നമ്മള് ഇതെന്ന് പറയുന്നത് മൊറൂല സ്റ്റേജ് ഓഫ് എംബ്രിയോ ആണ്. മൊറൂല, MORULA, മൊറൂല സ്റ്റേജ്. ഈ മൊറൂല സ്റ്റേജിന്റെ സെൽസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ബിക്കോസ് ആ സെൽസ് ടോട്ടി പൊട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ടോട്ടി പൊട്ടന്റ്, പ്ലൂറി പൊട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ ടോട്ടി പൊട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജ് ആയിട്ടുള്ള മൊറൂലയിൽ കിട്ടുന്ന സെൽസ് എന്ന് പറയുന്നത് ടോട്ടി പൊട്ടന്റ് ആണ്. അതായത് ആ സെൽസിന്, ഏത് സെൽസിനെ, ടോട്ടി പൊട്ടന്റ് സെൽസിനെ ഏത് ടൈപ്പ് സെല്ലാകാനും പറ്റും. അതായത് ആ ടോട്ടിപ്പോട്ടൻ സെല്ലിനെ ഒരു മൊത്തം ഓർഗാനിസം ആകാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജ് ആയിട്ടുള്ള മൊറൂലയിൽ നിന്നും ആരുടെ മൊറൂല, മൈസിന്റെ, നമ്മൾ ആ സെൽസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു. കുറച്ച് സെൽസ് ഉണ്ടാകുള്ളൂ. ആ സെൽസിനെ നമ്മൾ അനിമൽ സെൽ കൾച്ചർ മീഡിയയില് വളർത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അനിമൽ സെൽ കൾച്ചർ മീഡിയയിൽ എന്തൊക്കെ ഉണ്ടാകും, അമിനോ ആസിഡ്സ് ഉണ്ടാകും, ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഹോർമോൺസ്, പിന്നെ അത് ഫുള്ളി സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും. അങ്ങനെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആയിട്ടുള്ള ടോട്ടിപ്പൊട്ടൻ സെൽസിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ സെൽസിൽ, ഈ കാണുന്ന സെൽസിലൊക്കെ എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്. ആ ജീനാണ് നമുക്കിവിടെ ജീൻ എക്സ് എന്ന് പറയാം. അപ്പൊ എനിക്ക് ജീൻ എക്സിനെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡിസ്ഫങ്ഷണൽ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഒരു വെക്ടർ DNA, അതായത് ഒരു ആർട്ടിഫിഷ്യൽ പീസ് ഓഫ് DNA എടുത്തു. ആ വെക്ടറിലേക്ക് മറ്റൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു സ്പെസിഫിക് ജീനിനെ, ഒബ്വിയസ്ലി ഒരു ട്രേറ്റ്, അതായത് ഈ പറഞ്ഞ ഈ ഒരു റെഡ് കളർ ജീൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് കോഡ് ചെയ്യുന്ന ഒരു ജീനാണ്. അപ്പൊ അങ്ങനെയുള്ള ജീനിനെ ഞാൻ ഈ വെക്ടറിലേക്ക് ആഡ് ചെയ്തു, ഗ്ലൂ ചെയ്തു, അതായത് ലിഗേറ്റ് ചെയ്തു. അങ്ങനെയുള്ള വെക്ടർ DNA ഞാൻ ഇലക്ട്രോപോറേഷൻ വഴി ഈ സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അപ്പൊ ഈ സെൽസിൽ ഓൾറെഡി ജീൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീൻ സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെക്ടർ DNA containing the foreign gene will undergo homologous recombination with this gene X. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹോമോലോഗസ് റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ ജീൻ എക്സിന്റെ സ്ട്രക്ചർ ഇത് ഇങ്ങനെയായിരിക്കും. ബിക്കോസ് ഈ പറഞ്ഞ പർപ്പിൾ, ഈ കാണുന്ന സ്കിൻ കളർ ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് ആക്ച്വലി ഫങ്ഷണൽ പാർട്ട് ഓഫ് ജീൻ എക്സ്. അപ്പൊ അവിടെ ഹോമോലോഗസ് റീകോമ്പിനേഷൻ സംഭവിച്ചു ഈ പറഞ്ഞ ഭാഗമായിട്ട്. സോ ഇവിടെ ഈ ഒരു ഭാഗം റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനാക്ടിവേഷൻ ഓഫ് ജീൻ എക്സ് ആൻഡ് ഇൻകോപ്പറേഷൻ ഇൻ ടു, അപ്പൊ ഇവിടെ മൊത്തത്തിലുള്ള ജീൻ എക്സ് ഇനാക്ടിവേറ്റഡ് ആയി കഴിഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ള inactivation of gene X and incorporation into embryonic cell by electroporation. Okay, അപ്പോൾ അങ്ങനെയുള്ള DNA, അതായത് ഇവിടെ ആക്ച്വലി വെക്ടർ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്ട്ലി എംബ്രിയോണിക് സ്റ്റെം സെൽസിലാണ് ബൈ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോപോറേഷൻ. എന്നിട്ട് അത് ആക്ച്വലി ആ ജീൻ എക്സ് അതിന്റെ ഫങ്ഷൻ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയയിൽ വളർത്തും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പൊ ഞാൻ ഈ എടുത്തിട്ടുള്ള ഈ ഒരു ഫോറിൻ DNA എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു ട്രേറ്റ് ആകാം. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ജീൻ എക്സിന്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് ജീൻ എക്സിനെ ഇനാക്ടിവേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഞാൻ
ഈ ഒരു ആന്റിബയോട്ടിക് ഈ മീഡിയത്തിൽ ആഡ് ചെയ്യണു, എന്നിട്ട് ഈ സെൽസിനെ വീണ്ടും വളർത്തണു. അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ പ്രസൻസിൽ വളർന്ന സെൽസ് മാത്രമാണ് എന്ത് സെൽസ്? ജീൻ എക്സ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള സെൽസ്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന സെൽസിനെ ഞാൻ വീണ്ടും ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാലും ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ആണ്, അതിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള എംബ്രിയോസിനെ ഞാൻ മറ്റൊരു മൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, മറ്റൊരു മൈസിന്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മറ്റൊരു മൈസിന്റെ യൂട്രസിലേക്കാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മൈസിനെ പറയുന്ന പേരാണ് സറഗേറ്റ് മൈസ്, സറഗേറ്റ് മദർ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇപ്പൊ 1, 2, 3, 4 മൈസ് ഉണ്ട്. അപ്പൊ ഈ 4 മൈസിന്റെയും പേരുകള് കൈമറിക് മൈസ് എന്നാണ്. വൈ കൈമറിക്? കൈമറിക് എന്ന് പറഞ്ഞാൽ അതില് നോർമൽ ആയിട്ടുള്ള ഈ പറഞ്ഞ നോർമൽ ജീൻ എക്സ് ഫങ്ഷണൽ ആയിട്ടുള്ള സെൽസ് ഉണ്ടാകും, ജീൻ എക്സ് ഫങ്ഷണൽ അല്ലാത്ത സെൽസ് ഉണ്ടാകും. ഓക്കെ, കാരണം നമുക്ക് പറയാൻ പറ്റില്ല 100% സെൽസും ജീൻ എക്സ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് 100% എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ കൈമറിക് മൈസ് എന്ന് പറയുന്നത്. വിച്ച് ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് ദ നോർമൽ ഫങ്ഷണൽ ജീൻ എക്സ് കണ്ടെയ്നിങ് സെൽ ആൻഡ് ദി ജനറ്റിക്കലി മാനിപ്പുലേറ്റഡ് സെൽസ്. അപ്പൊ എനിക്ക് പ്യൂർ ആയിട്ടുള്ള നോക്കൗട്ട് മൈസിനെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കൈമറിക് മൈസിനെയും ഒരു വൈൽഡ് ടൈപ്പ് മൈസിനെയും തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഓർ മൈനസ്. കാരണം ഒരു കോപ്പി എക്സ് ജീൻ കാണിക്കുന്നുണ്ട്, മറ്റൊരു കോപ്പി ഓഫ് ക്രോമസോം എക്സ് ജീൻ ഫങ്ഷണൽ അല്ല. ഇവിടെ എന്ന് പറയുന്നത് നോർമൽ വൈൽഡ് ടൈപ്പ് മൈസിൽ 2 കോപ്പീസ് ഓഫ് ക്രോമസോമും എക്സ് ജീനിൽ ഫങ്ഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന 4 മൈസിന്റെ ജനറ്റിക് കോമ്പോസിഷൻ ഒരെണ്ണം പ്ലസ് പ്ലസ്, 2 എണ്ണം പ്ലസ് മൈനസ്, നാലാമത്തത് വീണ്ടും പ്ലസ് പ്ലസ്. അപ്പോൾ ഈ പ്ലസ് മൈനസിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ക്രോസ് ബ്രീഡ് ചെയ്യും. ഇതിപ്പോ സെയിം ജനറേഷൻ ആയതുകൊണ്ട് നമുക്ക് സെൽഫ് ബ്രീഡ് എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് കിട്ടുന്ന 4 കോമ്പിനേഷനിൽ ഒരു കോമ്പിനേഷൻ മൈനസ് മൈനസ് ആയിരിക്കും. അതായത് ട്രൂലി ഇറ്റ് ഇസ് ഹോമോസൈഗസ് ഫോർ ദ ഡിസ്ഫങ്ഷണൽ എക്സ് ജീൻ. ഓക്കെ, അതാണ് ഈ പറഞ്ഞ എന്ത് നോക്കൗട്ട് മൈസ്. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ജീൻ തെറാപ്പി. ഓക്കെ, ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ട്രയൽസിലാണ്. ഇപ്പൊ നമുക്ക് ക്ലിനിക്കൽ ഫേസ് ട്രയൽസ് 4 എണ്ണം ഉണ്ട്. അപ്പൊ അതിലൊരു 2 or 3 കാറ്റഗറിയിൽ പെടും. ദിസ് ഇസ് കറന്റ്ലി ജീൻ തെറാപ്പി വെച്ചിട്ട് മനുഷ്യരിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. അത് സ്റ്റിൽ ഓൺ ട്രയൽ ബേസിസിലാണ് ആനിമൽസിൽ. പക്ഷെ ആ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു റെവല്യൂഷൻ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, so what is this gene therapy? Gene therapy is a process of inserting genes into the cells to treat diseases. The newly introduced genes will encode proteins and correct the deficiencies that occur in genetic diseases. Thus, gene therapy primarily involves genetic manipulations in animals or humans to create a disease, to correct a disease. I'm sorry. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട്. അപ്പോൾ അസുഖത്തിന് ഏത് ജീൻസ് ആണ് റെസ്പോൺസിബിൾ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ജീൻസിനെ എടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ജീൻസിനെ നമ്മുടെ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യണു, അസുഖം മാറുന്നു. ഇതാണ് കോൺസെപ്റ്റ്. ഇത് എത്ര പറഞ്ഞ പോലെ അത്ര ഈസി അല്ല, ഡെഫിനറ്റ്ലി ഈസി അല്ല, പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അതാണ് ജീൻ തെറാപ്പി. ഓക്കെ, അപ്പൊ ഇവിടെ ജീൻ തെറാപ്പി 2 രീതിയിൽ നടത്താൻ പറ്റും. ഒന്ന് ജീൻ ഓഗ്മെന്റേഷൻ തെറാപ്പി, അതായത് ജീൻസിനെ ഞാൻ പോസിറ്റീവായിട്ട് ജീൻസ് എക്സ്പ്രസ് ചെയ്താൽ മാത്രമാണ് എൻ്റെ അസുഖം മാറുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പേഷ്യന്റ്, അപ്പൊ ആ പേഷ്യന്റിന്റെ ക്രോമസോമിൽ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഉണ്ട്. ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ നന്നാക്കാത്തിടത്തോളം കാലം ഹി വിൽ ബി എ പേഷ്യന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ സെല്ലിലേക്ക് നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ നോർമലി എക്സ്പ്രസ് ചെയ്യും ആൻഡ് ഹി വിൽ ബി ഫ്രീ ഓഫ് ഡിസീസ്. അപ്പോൾ നമ്മൾ ജീൻ ഓഗ്മെന്റേഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു ഡിഫക്റ്റീവ് ജീനിനെ ഫങ്ഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഫങ്ഷണൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം. ഇനി എന്താണ് ജീൻ ഇൻഹിബിഷൻ തെറാപ്പി? അതായത്
ഒരു ഡോമിനന്റ് ഫങ്ഷണൽ ജീൻ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് it is actually creating a very negative impact or a very serious disease to that particular persons. Okay. അപ്പൊ ഒരുപക്ഷെ ഒരു നോർമൽ ജീൻ ഇങ്ങനെ ഒരു ഡിഫക്റ്റീവ് ജീൻ ആയതാകാം, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ആന്റി സെൻസ് ജീനാണ് ഇവിടെ ഇൻജെക്ട് ചെയ്യുന്നത്, ഐ മീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡോമിനന്റ് ഫങ്ഷണൽ ജീന്റെ എക്സ്പ്രഷൻ അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ആവും. അപ്പൊ അതും ജീൻ തെറാപ്പിയിലെ വരുന്നത്. അതിന്റെ പേരാണ് ജീൻ ഇൻഹിബിഷൻ തെറാപ്പി. ഓക്കെ. ഇനി അപ്രോച്ചസ് ഫോർ ജീൻ തെറാപ്പി. രണ്ട് രീതിയിൽ ജീൻ തെറാപ്പി നമുക്ക് നടത്താൻ പറ്റും. ഒന്ന് സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി. ഇപ്പൊ നമുക്കറിയാം എന്താണ് സൊമാറ്റിക് സെൽസ്. നമ്മുടെ ബോഡിയിൽ സെക്സ് സെൽസ് ഉണ്ട്, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് സെക്സ് സെൽസ്. അത് മെച്യൂർ ആയിട്ടുള്ള സെക്സ് സെൽസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ സെക്സ് സെൽസ് അല്ലാത്ത നമ്മുടെ ബോഡിയിലത്തെ സെൽസ് ആണ് സൊമാറ്റിക് സെൽസ്, അത് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി. The non-reproductive cells of an organism is referred to as somatic cells. Example, bone marrow cells, blood cells, intestinal cells, etc. Somatic cell gene therapy mainly involves the insertion of a fully functional and expressible gene into a target somatic cell to cure a genetic disease permanently. അതായത് സെക്സ് സെൽസ് അല്ലാത്ത ഏത് സെൽസിനെ നമുക്ക് സൊമാറ്റിക് സെൽസ് എന്ന് പറയാം. അപ്പോൾ സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള നല്ലൊരു ജീനിനെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സൊമാറ്റിക് സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഏത് ഡിസീസാണോ നമുക്കുള്ളത് ആ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫങ്ഷണൽ ജീൻ ആയിരിക്കും നമ്മൾ ആ സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻട്രൊഡക്ഷൻ നടന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു ഡിസീസ്, ജനറ്റിക് ഡിസീസ് പെർമനന്റ്ലി ക്യൂർഡ് ആക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ അത് ആ ഒരു പേഷ്യന്റിന്റെ ലൈഫ് സ്പാനിൽ ഫുള്ള് അത് ആക്ട് ചെയ്യും. പക്ഷേ ജേം സെൽ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ജീൻസിനെ ആഡ് ചെയ്യുന്നത് ജേം സെൽ അഥവാ സെക്സ് സെൽസിലാണ്. അപ്പൊ സെക്സ് സെൽസിൽ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, അത് അടുത്ത ക്രോമസോമിന്റെ റെപ്ലിക്കേഷൻ വഴി അടുത്ത ജനറേഷൻസിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ഏത് ഈ പർട്ടിക്കുലർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന DNA. അപ്പോൾ പ്രധാനമായും ഹ്യൂമൻസിൽ ജീൻ തെറാപ്പി നടക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിലേക്കാണ്. ഓക്കെ. So germ cell gene therapy, the reproductive cells of an organism is called germ cells. Germ cells gene therapy involves introduction of DNA into germ cells which are successively passed on to future generation. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീൻ തെറാപ്പി തോന്നിയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ USA ഒരു കമ്മിറ്റിയാണ് റീകോംബിനന്റ് DNA അഡ്വൈസറി കമ്മിറ്റി. അവരാണ് സൂപ്പർവൈസറി ബോഡി. ഏത് ഇങ്ങനത്തെ ജീൻ തെറാപ്പിനെ കുറിച്ചിട്ടുള്ള പ്രപ്പോസൽസ് ആക്സെപ്റ്റ് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതും അതിനുള്ള കറക്റ്റ് പ്രോട്ടോകോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ഇവരാണ്. ഓക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ ജീൻ തെറാപ്പി, അതായത് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഹ്യൂമൻ ജീൻ തെറാപ്പി നടത്തുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഐ തിങ്ക് ഇതെല്ലാം കൂടി പഠിച്ചിട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. ബട്ട് ഐ ജസ്റ്റ് റെക്കമെൻഡ് ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് 3 of them. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ, അതിനെതിരെ അത് ക്യൂർ ചെയ്യാൻ വേണ്ടി ജീൻ തെറാപ്പി നടക്കുന്നുണ്ട് യൂസിങ് ദിസ് ബീറ്റാ ഗ്ലോബിൻ വിച്ച് ഇസ് എ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഫോർ ക്ലിയറിംഗ് ദ സിക്കിൾ സെൽ അനീമിയ. രണ്ടാമത്തത് ഹീമോഫീലിയ, ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ ആണ്. സോ ദ ജീൻ തെറാപ്പി ഫോക്കസിങ് ഓൺ ഹീമോഫീലിയ ബി ട്രീറ്റ്മെന്റ് ഇസ് ഫാക്ടർ 9. പിന്നെ ഡയറക്ട്ലി നമുക്ക് അറിയാൻ പറ്റും സിസ്റ്റിക് ഫൈബ്രോസിസ്, CFTR നമ്മൾ പഠിച്ചു മോളിക്കുലർ ഡയഗ്നോസിസിൽ. അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്ന ജീൻ തെറാപ്പി എന്ന് പറയുന്നത് CFTR തന്നെയാണ്. ഓക്കെ. സോ അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ഈ 3 ഡിസീസസിന്റെ പേര് യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ. ഇനി ജീൻ തെറാപ്പി 2 ടൈപ്പ് ഉണ്ട്. എക്സ് വൈവോ ജീൻ തെറാപ്പി, ഇൻ വൈവോ ജീൻ തെറാപ്പി. എക്സ് വൈവോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ സെൽസിനെ നമ്മൾ എടുക്കുകയാണ്, അയാളുടെ ശരീരത്തിന്റെ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ജീൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ജീൻസ് ഉള്ള മോഡിഫൈഡ് ആയിട്ടുള്ള സെൽസിനെ വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് എക്സ് വൈവോ ജീൻ തെറാപ്പി.
ഇൻ വൈവോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഡയറക്ട്ലി നമ്മൾ പ്രത്യേകിച്ച് പുറത്തേക്ക് എടുക്കുക അങ്ങനത്തെ രീതികളൊന്നുമില്ല. ഡയറക്ട്ലി നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്രസിബിൾ ആയിട്ടുള്ള ജീൻസിനെ ആ പേഷ്യന്റിന്റെ സെൽസിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എക്സ് വൈവോ ജീൻ തെറാപ്പിയുടെ സ്റ്റെപ്സ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the ex vivo gene therapies can only be applied to selected tissues like that of bone marrow, whose cells can be cultured in laboratory. അതായത് എക്സ് വൈവോ ജീൻ തെറാപ്പി ഒരുപാട് സെൽസിലേക്ക് ആപ്ലിക്കബിൾ അല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെൽസ്, ഫോർ എക്സാമ്പിൾ ബോൺ മാരോ സെൽസ്. അപ്പോൾ അങ്ങനത്തെ സെൽസ് നമുക്ക് മെയിൻ ആയിട്ട് അങ്ങനെ സെൽസ് നമ്മൾ ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൾച്ചേർഡ് ഇൻ ദ ലാബറട്ടറി. അപ്പോൾ എന്താണ് മെയിൻ ടെക്നിക് ഓഫ് എക്സ് വൈവോ ജീൻ തെറാപ്പി? ഒന്ന്, നമ്മൾ വി ആർ ഐസൊലേറ്റിംഗ് ദ സെൽസ് വിച്ച് ഇസ് ആക്ച്വലി ഹാവിംഗ് ദ ജനറ്റിക് ഡിഫക്റ്റ് ഫ്രം എ പേഷ്യന്റ്. ഓക്കെ, എന്നിട്ട് അത്തരം സെൽസിനെ, അതായത് ജനറ്റിക് ഡിഫക്റ്റ് ഉള്ള സെൽസിനെ നമ്മൾ പേഷ്യന്റിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ കൾച്ചർ ചെയ്യാണ്. കൾച്ചർ ചെയ്തിട്ട് ഇനഫ് സെൽസ് കിട്ടുകയാണെങ്കിൽ ആ സെൽസിന്റെ ഉള്ളിലേക്ക് നമ്മൾ തെറാപ്യൂട്ടിക് ജീൻ, അതായത് നമ്മുടെ ഫങ്ഷണൽ ജീൻ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഫങ്ഷണൽ ജീൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ള സെൽസിന് ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് ഈ ഒരു തെറാപ്യൂട്ടിക് ജീൻ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന സ്റ്റെപ്പാണ് വി ആർ ആക്ച്വലി സെലക്ടിങ് ദ ജനറ്റിക്കലി കറക്റ്റഡ് സെൽസ്. ആൻഡ് അഗെയിൻ അങ്ങനത്തെ സെൽസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പ്രോലിഫറേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കണം. അങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള കറക്റ്റഡ് ആയിട്ടുള്ള ജനറ്റിക് സെൽസിനെ നമ്മൾ വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ് പേഷ്യന്റിലേക്ക്. ഓക്കെ, ദിസ് പ്രൊസീജിയർ ബേസിക്കലി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് പേഷ്യൻസ് ഓൺ സെൽസ് ഫോർ കൾച്ചർ ആൻഡ് ജനറ്റിക് കറക്ഷൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ സെയിം സെൽസ് ആണ് ഉപയോഗിക്കുന്നത്, കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യന്റിന്റെ സെൽസ് എടുക്കണു, അതിനെ കറക്റ്റ് ചെയ്യണു, തിരികെ സെയിം പേഷ്യന്റിലേക്ക് നമ്മൾ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യണു. അതാണ് എക്സ് വൈവോ ജീൻ തെറാപ്പി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിക്ചർ. There is a man with a genetic defect and we are isolating cells from him. ആ സെൽസിനെ നമ്മൾ ലാബറട്ടറി, ആർട്ടിഫിഷ്യൽ ലാബറട്ടറി കണ്ടീഷൻസിൽ പ്രോലിഫറേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്. അങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്തിട്ട് ഒരുപാട് സെൽസ് കിട്ടുകയാണെങ്കിൽ ഇൻ ടു ദാറ്റ് സെൽസ് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ തെറാപ്യൂട്ടിക് ജീൻ കൺസ്ട്രക്ട്. അതായത് ഈ പറഞ്ഞ സെൽസിലൊക്കെ ഒരു ജീൻ ഡിഫക്റ്റീവ് ആണ്. ആ ജീനിനെ കറക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള തെറാപ്യൂട്ടിക് ജീൻ കൺസ്ട്രക്ട്സ് നമ്മൾ ഓരോ സെൽസിലേക്കും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ സെൽസും ഈ പറഞ്ഞ പോലെ കറക്റ്റഡ് ആകില്ല. അതായത് എല്ലാ സെൽസിലേക്കും ഈ തെറാപ്യൂട്ടിക് ജീൻ കൺസ്ട്രക്ട്സ് പോവുകയാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു ക്രോമസോമിന്റെ ഭാഗമാകാൻ ചിലപ്പോൾ ചില സെൽസിന് അത് പറ്റിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ സെലക്ടഡ് ജനറ്റിക്കലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ ആ ഒരു മനുഷ്യനിലേക്ക് തിരികെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. സോ ദാറ്റ് നമ്മൾ ഈ തെറാപ്യൂട്ടിക് ജീൻ കൺസ്ട്രക്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സെൽസ് ആണ് വീണ്ടും ഇദ്ദേഹത്തിലേക്ക് ഇൻജെക്ട് ചെയ്യണ കാരണം he will be free of that particular genetic disease. അപ്പോൾ നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു നമ്മൾ തെറാപ്യൂട്ടിക് ജീൻ കോൺസ്ട്രക്ട്സിനെ നമ്മൾ സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻസിന് ചുമ്മാ ഒരു ജനറ്റിക് സീക്വൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ജീൻ അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു carrying medium വേണം. അതാണ് വെക്ടേഴ്സ്. ഇപ്പോൾ എക്സ് വൈവോ ജീൻ തെറാപ്പി ഇസ് എഫിഷ്യൻറ്റ് ഓൺലി ഇഫ് ദ തെറാപ്യൂട്ടിക് ജീൻ, അതായത് റെമഡിയൽ ജീൻ, is stably incorporated and continuously expressed. This can be achieved by the use of vectors. Okay. So what are vectors? The carrier particles or molecules that are used to deliver genes to somatic cells are called vectors. അതായത് somatic cells ഉണ്ട്, നമ്മൾ അതിനെ എടുത്തു, ഒരാളിൽ നിന്ന് എടുത്തു, ആ സെൽസിന്റെ ഉള്ളിൽ ഫുള്ള് ഡെഫക്റ്റീവ് ജീനാണ്. ആ ഡിഫക്റ്റീവ് ജീനിനെ മാറ്റി ഫങ്ഷണൽ ജീൻസിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചുമ്മാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി ഇൻട്രൊഡ്യൂസ് ദ ഫങ്ഷണൽ ജീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാരിങ് വെഹിക്കിൾസ്, ദാറ്റ് ഇസ് നോൺ ആസ് വെക്ടേഴ്സ്. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ എക്സ് വൈവോ ജീൻ തെറാപ്പി ആർ വൈറസസ്. വൈറസ് മോഡിഫൈഡ് ആയിട്ടുള്ള വൈറസസിനെ നമുക്ക് വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ റെട്രോ വൈറസസ് സച്ച് ആസ് മ്യൂറിൻ ലുക്കീമിയ വൈറസ്, എയ്ഡ്സ് വൈറസ്. ഈ രണ്ട് വൈറസസിനെ നമുക്ക് എക്സ് വൈവോ ജീൻ തെറാപ്പിയിൽ വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോമിനെ നമുക്ക് വെക്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
ബോൺ മാരോ സെൽസിനെ വെക്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ഐ ജസ്റ്റ് റെക്കമെൻഡ് ദാറ്റ് യു ജസ്റ്റ് സ്റ്റഡി ദിസ് ടു. അതായത് ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകാൻ പാകത്തിനുള്ളത് മാത്രം പഠിച്ചാൽ മതി. ലൈക്ക് ദാറ്റ് ഓഫ് the most important vectors that is used in ex vivo gene therapy, viruses like that of murine leukemia virus and AIDS virus, പിന്നെ human artificial chromosome. Okay. അപ്പോൾ the selected examples of this ex vivo gene therapy മെയിൻ ആയിട്ട് ഒരുപാട് ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. പക്ഷെ അതിൽ മൂന്നെണ്ണത്തിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇവിടെ സിവിയർ ഉണ്ട് കേട്ടോ. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി, സിഡ്, അഡനോസിൻ ഡിയോമൈനേസ് ഡെഫിഷ്യൻസി, ADA ഡെഫിഷ്യൻസി ആൻഡ് തെറാപ്പി ഫോർ ഹീമോഫീലിയ. അതിൽ രണ്ടെണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്ത് എക്സ് വൈവോ ജീൻ തെറാപ്പിയിൽ വഴി ട്രീറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഈ പറഞ്ഞ അഡനോസിൻ ഡിയോമൈനേസ് ഡെഫിഷ്യൻസി എൻസൈമിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേന്ന് നോക്കാം. This is a child with severe combined immunodeficiency disorder that is characterized by the absence of this ADA gene, that is adenosine deaminase gene. So this adenosine deaminase genes is essential for the proper for ensuring the proper longevity of the lymphocyte. അത് ഈ ADA gene functional അല്ലെങ്കിൽ it can cause the accumulation of toxic products onto the lymphocyte. ഇപ്പോൾ lymphocyte എത്രമാത്രം ആവശ്യമുള്ള കാര്യമാണ്, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യും, ഇൻഫ്ലമേഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പോൾ അത്രയും ആവശ്യമായിട്ടുള്ള ലിംഫോസൈറ്റ്സിനെയാണ് ഈ ADA മൈനസ് ജീൻ്റെ ADA പ്ലസ് ജീൻ ആയിരുന്നെങ്കിൽ നന്നായേനെ. ADA മൈനസ് ജീൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ആ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് ലിംഫോസൈറ്റ്സ് ആണ് ബാധിക്കപ്പെടുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the isolation of lymphocyte from this child, and it is cultured in animal cell culture lab. Then retrovirus എന്ന് പറയുന്നത് ഈ ഒരു വൈറസിന്റെ DNA-യിൽ ജനറ്റിക് മെറ്റീരിയലിൽ ഹ്യൂമൻ ADA പ്ലസ് ജീൻ, അതായത് വേറൊരു ഹ്യൂമനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ADA പ്ലസ് ജീൻ ഈ വൈറസിന്റെ DNA, അതായത് DNA-ലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്, ലിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ this DNA becomes the vector DNA. Okay, എന്നിട്ട് ഈ വെക്ടർ DNA ഉപയോഗിച്ചിട്ട് ലിംഫോസൈറ്റ്സിനെ ഇൻഫെക്ട് ചെയ്യാണ്, അതായത് ട്രാൻസ്ഫെക്ട് ചെയ്യാണ്. അതായത് വൈറസ് മറ്റൊരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുന്ന നമ്മൾ ട്രാൻസ്ഫെക്ഷൻ എന്ന് പറയാം. അങ്ങനെ ഇൻഫെക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ലിംഫോസൈറ്റ്സിലേക്ക് ഈ പറഞ്ഞ വെക്ടർ DNA കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻകോപ്പറേറ്റഡ് ആയി സ്റ്റെബിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക the lymphocytes are with viral DNA and the ADA plus gene. എന്നിട്ട് അതിനെ ഗ്രോ ചെയ്യാം. അതിൽ കറക്റ്റായിട്ട് എക്സ്പ്രഷൻസ് തരുന്ന, അതായത് ADA പ്ലസ് ജനറ്റിക് എക്സ്പ്രഷൻ തരുന്ന സെൽസിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് അങ്ങനെ ADA പ്ലസ് ആയിട്ട് കിട്ടിയിട്ടുള്ള സെൽസിനെ നമ്മൾ തിരിച്ച് ഈ കുട്ടിയിലേക്ക് നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഫോർ ഇൻഫ്യൂസിങ് ദ ലിംഫോസൈറ്റ് വിത്ത് ADA പ്ലസ് ജീൻ എക്സ്പ്രഷൻ ഇൻ ടു ദ പേഷ്യൻറ്റ്. സോ ദാറ്റ്സ് ഹൗ the normal treatment of this adenosine deaminase takes place. Okay. അപ്പോൾ എക്സ് വൈവോ ജീൻ തെറാപ്പി എങ്ങനെയാണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്, അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ഇൻ വൈവോ ജീൻ തെറാപ്പി? The direct delivery of therapeutic gene into the target cell of a particular tissue of a patient constitutes the in vivo gene therapy. അപ്പോൾ എക്സ് വൈവോ ആയിരുന്നത് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ സെൽസിനെ പുറത്തേക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുത്തു, എന്നിട്ട് ഫങ്ഷണൽ DNA-നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി, ഇൻട്രൊഡ്യൂസ് ആയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ അതിനെ തിരിച്ച് ആ പേഷ്യൻറ്റിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പുറത്തേക്ക് എടുക്കുക എന്നുള്ള സംഭവമില്ല. ഡയറക്ട്ലി വി ആർ delivering the therapeutic gene into the target cells of a particular tissue of a patient, and that tissues, അപ്പോൾ ഏത് ടിഷ്യൂസിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ജീനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? ലിവർ ടിഷ്യൂ, സ്കിൻ ടിഷ്യൂ, സ്പ്ലീൻ, ലങ്, ബ്രെയിൻ, ബ്ലഡ് വെസൽസ് ആർ ദ പൊട്ടൻഷ്യൽ ടാർഗറ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ അപ്രോച്ച്. പിന്നെ ഇതും നമുക്ക് രണ്ട് രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റും. വൈറൽ സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് കാരിയർ വെക്ടേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ വൈവോ ജീൻ തെറാപ്പി നടത്താൻ പറ്റും, ജസ്റ്റ് ദ വേ ലൈക്ക് വി ഡിഡ് ദ എക്സ് വൈവോ ജീൻ തെറാപ്പി. പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്ട്ലി ആ ഒരു വെക്ടർ DNA ഡയറക്ട്ലി ആ പേഷ്യൻ്റെ ബോഡിയിലേക്ക് ഈ പറഞ്ഞ ഓർഗൻസിലേക്ക് ഡയറക്ട്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വൈറൽ മെത്തേഡ് വഴിയാണ് നമ്മൾ കാരിയേഴ്സിന് അല്ലെങ്കിൽ വെക്ടേഴ്സിന് നോക്കുന്നതെങ്കിൽ
retrovirus can be used, adenovirus can be used, herpes simplex virus can be used. അതല്ല viral, non-viral ആയിട്ടുള്ള vector systems ആണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഫങ്ഷണൽ ഡി എൻ എ ഈ പറഞ്ഞ പേഷ്യൻറ്റിലേക്ക് ഡയറക്റ്റ്ലി ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, അതായത് നോൺ വൈറൽ മെത്തേഡ് എന്ന് പറയുന്നത് by usage of this pure DNA constructs, lipoplexes, DNA molecular conjugate, human artificial chromosome. അതായത് ഇതിൽ ആര് വേണമെങ്കിലും ആകാം നമ്മളുടെ ഫങ്ഷണൽ ഡി എൻ എ ആയിട്ട് ലെഗേറ്റ് ചെയ്തിട്ട് ഒരു വെക്ടർ ആയിട്ട്, ഇവിടെ വെക്ടർ സിസ്റ്റം ആണ് പക്ഷെ വൈറൽ വെക്ടർ സിസ്റ്റം അല്ല, എന്നാൽ ഷുവർ ആയിട്ട് വെക്ടർ സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ആ പേഷ്യൻറ്റിൻ്റെ സെല്ലിലേക്ക് പോയിട്ട് ഇൻകോപ്പറേറ്റഡ് ആകുന്നത്. ഓക്കെ, ഇനി ഇൻ വൈവോ ജീൻ തെറാപ്പിയുടെ സെലക്റ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് തെറാപ്പി ഫോർ സിസ്റ്റിക് ഫൈബ്രോസിസ്, ക്യാൻസർ തെറാപ്പി ആൻഡ് തെറാപ്പി ഫോർ എയ്ഡ്സ്. So the fourth topic is applications of monoclonal antibody. So this particular topic I have taken. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ തിയറി പാർട്ട് എങ്ങനെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി സിന്തസൈസ് ചെയ്യണമെന്ന് വരെയുള്ള ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹൗ ഡു വി പ്രൊഡ്യൂസ് മോണോക്ലോണൽ ആൻറ്റിബോഡി ബൈ ഹൈബ്രിഡോമ ടെക്നോളജി, പിന്നെ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് എഴുതേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, so the applications of monoclonal antibodies are they are having merely 4 applications in the form of diagnostic applications, therapeutic uses, protein purification as well as miscellaneous other applications. അപ്പോൾ ഈ 4 ടേംസും പഠിക്കണം. പിന്നെ ഓരോ ടേമിൻ്റെ അടിയിലും എന്താണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, which is actually the real content that has to be studied. Okay, so first application of monoclonal antibodies is in the diagnostic applications. MAB smallest എന്ന് പറയുന്നത് monoclonal antibodies ആണ്. So monoclonal antibodies may be employed as diagnostic reagents for biochemical analysis or as tools for diagnostic imaging of diseases. അതായത് ഒരു പർട്ടിക്കുലർ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടറിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നിക്സിന് വേണ്ടിയിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇൻ ബയോകെമിക്കൽ അനാലിസിസ്. സോ ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്സ് based on the use of monoclonal antibodies as reagents are routinely used in radioimmunoassays and enzyme-linked immunosorbent assays. അതായത് മെയിനായിട്ട് RIA റേഡിയോ ഇമ്മ്യൂണോ എസ്സേ, എലൈസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് എസ്സേ, ഈ 2 ടെക്നിക്കുകളിലാണ് ലാബറട്ടറിയിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഉപയോഗിക്കുന്ന 2 ടെക്നിക്കാണ് RIA, എലൈസ. ഓക്കെ, അപ്പോൾ എന്ത് കാര്യങ്ങളാണ് അവർ മെഷർ ചെയ്യുന്നത്? ഞാനിവിടെ എന്താ പറയുക കോമ ഇട്ട് വെച്ചിട്ടുണ്ട് in order to study the required parts. So it is now possible to do the early diagnosis of the following conditions by monoclonal antibodies. ഏതൊക്കെ conditions? Pregnancy, cancer, hormonal disorders and infectious diseases. Just try to memorize 1, 2, 3, 4 only the names. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളിപ്പോൾ ഈ 5-6 പേജ് ഡിസ്കസ് ചെയ്യുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരു സിംഗിൾ ടേബിളിലാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസിലാണെങ്കിൽ അതിൽ തന്നെ വരുന്ന ബയോകെമിക്കൽ അനാലിസിസിലാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി, ക്യാൻസേഴ്സ്, ഹോർമോണൽ ഡിസോർഡേഴ്സ് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. പിന്നെ ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ തന്നെ വരുന്ന ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ടെക്നിക്കിൽ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് യൂസിങ് മോണോക്ലോണൽ ആൻറ്റിബോഡിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോ സൈൻറ്റിഗ്രാഫി. ഓക്കെ, സോ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗിൽ മെയിനായിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നത് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ആർത്തേറോസ്ക്ലീറോസിസ്, ക്യാൻസേഴ്സ് ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തത് ദേ ആക്ട് ആസ് തെറാപ്യൂട്ടിക് ആപ്ലിക്കേറ്റേഴ്സ്. എവിടെയൊക്കെ? ഈ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി തന്നെ 2 രീതിയിൽ ചെയ്യാൻ പറ്റും.
ഒന്ന്, the direct use as therapeutic agents to destroy disease-causing organisms in the treatment of cancers, in the immunosuppression of organ transplantation, in the treatment of AIDS and autoimmune diseases. ഇത്രയും കാര്യത്തില് മോണോക്ലോണൽ ആന്റിബോഡിക്ക് തെറാപ്യൂട്ടിക് അപ്ലിക്കേഷൻസ് ഉണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടാർഗറ്റിംഗ് ഏജന്റ് ആയിട്ട് എവിടെയാണ് അത് ആക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ as immunotoxins for the treatment of cancers, in drug delivery for dissolving blood clots, in radio immunotherapy of tumors. ഇത്രയും കാര്യങ്ങളിൽ അവരൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് മോണോക്ലോണൽ ആന്റിബോഡിയുടെ യൂസിന് എന്താ പറയുക ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. So, and third thing is that the monoclonal antibodies is used in protein purification technique by immunoaffinity technique. Fourth use of monoclonal antibodies is that miscellaneous, അതായത് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു കളക്റ്റീവ് ടേമാണ് miscellaneous. The monoclonal antibodies are having miscellaneous applications as catalytic agent, അതായത് ഒരു എൻസൈം പോലെ വേണമെങ്കിൽ അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. In auto antibody fingerprinting. Okay. അപ്പോൾ ഓട്ടോ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ആന്റിജൻ. ആ ആന്റിജനെതിരെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയാണ് നോർമൽ ആന്റിബോഡി. ഓട്ടോ ആന്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഘടകങ്ങളെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഘടകങ്ങൾക്കെതിരെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോമ്പോണന്റിന്റെ എതിരെ തന്നെ നമ്മുടെ ശരീരം തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയാണ് ഓട്ടോ ആന്റിബോഡി. അങ്ങനെയുള്ള ഓട്ടോ ആന്റിബോഡിയുടെ ഫിംഗർ പ്രിന്റിങ്ങിനും മോണോക്ലോണൽ ആന്റിബോഡീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസ്, അത് തന്നെ ബയോകെമിക്കൽ അനാലിസിസിൽ വരുന്ന മോണോക്ലോണൽ ആന്റിബോഡിയുടെ ആപ്ലിക്കേഷൻസ് ആണ് പ്രഗ്നൻസി, ക്യാൻസർ, ഹോർമോണൽ ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷസ് ഡിസീസസ്. പിന്നെ ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗിൽ വരുന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാനിവിടെ കോമ ഇട്ട് വെച്ചിട്ടുണ്ട്. The radio-labeled monoclonal antibodies are used in the diagnostic imaging of diseases, and this technique is referred to as immunoscintigraphy. Okay. Ini it is used in the detection of this cardiovascular diseases. ഈ cardiovascular diseases detection monoclonal antibody വഴി വരുന്നു എന്ന് പറയുന്നത് monoclonal antibody in diagnostic imaging എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലാണ്. ഓക്കെ. അപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. The cardiac protein myosin gets exposed wherever myocardial infarction occurs. അപ്പോൾ anti-myosin labeled with radioisotope indium chloride can be useful for detecting myosin and thus the main causative agent for this cardiovascular diseases. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ കാർഡിയാക് മസിൽസിലുള്ള മയോസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ മയോസിനെതിരെ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മയോസിനായിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം the myosin protein has been exposed, which is a sign of myocardial infarction. അപ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസസിന് പോലും മോണോക്ലോണൽ ആന്റിബോഡി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് monoclonal antibodies is against deep vein thrombosis. The deep vein thrombosis refers to the formation of blood clots within the blood veins, primarily in the lower extremities. Appo for the detection of this deep vein thrombosis, a radioisotope labeled monoclonal antibody, which is actually directed against fibrin or platelets, can be used. അതായത് ഫൈബ്രിനോ പ്ലേറ്റ്ലെറ്റ്സോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഡീപ് വെയിൻ ത്രോംബോസിസ് വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഫൈബ്രിൻ അഥവാ പ്ലേറ്റ്ലെറ്റ്സിന് എതിരെ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡി ഉണ്ടാക്കുകയാണ്. നോർമൽ ആയിട്ടുള്ള ഒരു ആന്റിബോഡി മാത്രമല്ല, റേഡിയോ ഐസോടൈപ്പ് ടാഗ്ഡ് ആയിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ ഫൈബ്രിൻ അഥവാ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് മോണോക്ലോണൽ ആന്റിബോഡി അവിടെ വന്ന് ബൈൻഡ് ചെയ്യുള്ളൂ. ബൈൻഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അവിടെ ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത ആപ്ലിക്കേഷൻസ് പറയുന്നത് ക്യാൻസേഴ്സിലാണ്. അപ്പോൾ വീണ്ടും ഞാനിവിടെ കോമ ഇട്ട് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. The monoclonal antibodies against many types of human cancers are now available. A selected list of tumor markers along with the associated cancers are shown. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ക്യാൻസറിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് മോണോക്ലോണൽ ആന്റിബോഡി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഹ്യൂമൻ ക്യാൻസേഴ്സിന് എതിരായിട്ട്. So like the tumors which are located in patients
The tumors are located in patients using radioisotope labeled monoclonal antibodies specific to the proteins. അപ്പോൾ ഇപ്പോൾ ട്യൂമറിന്റെ സർഫസിൽ ഏത് പ്രോട്ടീനാണോ എക്സ്പ്രസ് ചെയ്യണേ ആ പ്രോട്ടീനെതിരെ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡി സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ചെന്നിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കളർ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഓട്ടോ റേഡിയോഗ്രാഫി ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ മോണോക്ലോണൽ ആന്റിബോഡീസ് ഡയറക്ട്ലി വന്നിട്ട് പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്, which is actually the result of the tumor tissue being there. എന്ന് വെച്ചാൽ ക്യാൻസറുടെ ഡിറ്റക്ഷൻ അൾട്ടിമേറ്റ് ആയിട്ട് ഈ മോണോക്ലോണൽ ആന്റിബോഡി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ it is used to detect the bacterial infection. അപ്പോൾ in recent years attempts are made to know the sites of infection by using this monoclonal antibody. So this is made possible by directing the monoclonal antibody against bacterial antigens. അതായത് ഇപ്പോൾ ഒരു സാൽമോണല്ല ടൈഫി എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സാൽമോണല്ല ടൈഫിക്ക് എതിരായിട്ട് ഞാൻ മോണോക്ലോണൽ ആന്റിബോഡി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ബ്ലഡിലേക്ക് പോകും, സാൽമോണല്ല ടൈഫിനെ പോയി ബൈൻഡ് ചെയ്യും. അപ്പം അങ്ങനെ ബൈൻഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അവിടെ സാൽമോണല്ല ടൈഫി ഉണ്ട് എന്നാണ്. അപ്പം ഞാൻ അതിൻ്റെ സാൽമോണല്ല ടൈഫി എന്നുള്ള ബാക്ടീരിയക്ക് എതിരായിട്ട് ഞാൻ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ അത് ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആന്റിബോഡി ശരീരത്തിൽ ഓൾറെഡി ഉള്ള ആന്റിജനായിട്ട് ബൈൻഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും മോണോക്ലോണൽ ആന്റിബോഡി ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, so the next use of this monoclonal antibody, it is used as therapeutic applications. അതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഡയറക്റ്റ് യൂസ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡി ആസ് തെറാപ്യൂട്ടിക് ഏജന്റ്, രണ്ട് മോണോക്ലോണൽ ആന്റിബോഡി ആസ് ടാർഗറ്റിംഗ് ഏജന്റ്. ആദ്യത്തെ അതായത് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസിൽ ആദ്യത്തെ ഡയറക്റ്റ് യൂസ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡി ആസ് തെറാപ്യൂട്ടിക് ഏജൻസിൽ വരുന്നതാണ് ഇൻ ഡിസ്ട്രോയിങ് ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ഒന്ന്, ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ രണ്ട്, in the immunosuppression of organ transplantation മൂന്ന്, in the treatment of AIDS നാല്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അത് അടുത്ത സ്ലൈഡിലാണ് കേട്ടോ. പിന്നെ അഞ്ചാമത്തെ വരുന്നത് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി മോണോക്ലോണൽ ആന്റിബോഡി ആസ് ടാർഗറ്റിംഗ് ഏജന്റ് ഇൻ തെറാപ്പി. അതിൽ വരുന്നത് മോണോക്ലോണൽ ആന്റിബോഡി ക്യാൻ ബി യൂസ്ഡ് ആസ് ഇമ്മ്യൂണോടോക്സിൻസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡ്രഗ് ഡെലിവറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ഇപ്പോൾ അറ്റ് പ്രസന്റ്. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം, നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് മോണോക്ലോണൽ ആന്റിബോഡിയുടെ ആപ്ലിക്കേഷൻസ്. അതായത് ഒരു ആന്റിജൻ, അപ്പോൾ അതിനെതിരെ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡി സിന്തസൈസ് ചെയ്യുന്നു, അത് അവിടെ പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആന്റിജൻ ഉണ്ട്, ഇല്ലാണ്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാത്തിലും ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ ഹോർമോണൽ കാര്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഹോർമോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മോണോക്ലോണൽ ആന്റിബോഡിക്ക് അതിൻ്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ആസ് എ മാർക്കർ ഇൻ ബയോളജിക്കൽ സയൻസസ്. അടുത്ത മൂന്നാമത്തെ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഇൻ പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ. ദ മോണോക്ലോണൽ ആന്റിബോഡീസ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഫോർ എനി പ്രോട്ടീൻ and the so produced monoclonal antibody can be conveniently used for the purification of the protein against which it was raised. Monoclonal antibody columns can be prepared by coupling them to cyanogen bromide activated cephalosporins. The immobilized monoclonal antibodies are very useful for the purification of protein by immunoaffinity method. അപ്പോൾ the protein purification is possible by this monoclonal antibody technology എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ആദ്യത്തെ സെന്റൻസ് ഒന്ന് നല്ലവണ്ണം വായിച്ചു നോക്കാം. മോണോക്ലോണൽ ആന്റിബോഡീസ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഫോർ എനി പ്രോട്ടീൻ ആൻഡ് the so produced monoclonal antibody can be conveniently used for the purification of the protein against which it was raised. Okay, so that is also a very important application of this monoclonal antibody, that is the protein production. Okay, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പി പി ടിയിൽ കവർ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കർ അസിസ്റ്റഡ് സെലക്ഷൻ, 2 നോക്കൗട്ട് മൈസ്, 3 ജീൻ തെറാപ്പി, 4 ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ നോക്കുക. ഓക്കെ.